നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അമിത്ഷാ അമിത്ഷാ ഒളിവിലാണ്. അമിത്ഷാ പെല്ലറ്റിൽ തകർന്നുപോയി. പെല്ലറ്റ്, അതായത് മറ്റേ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പെല്ലറ്റ് പ്രയോഗിച്ചത് കൊണ്ട് അമേരിക്ക ലോക്സഭയിൽ വരാൻ മടിക്കുന്നു, ഒളിവിൽ എന്ന് പറഞ്ഞുകൊണ്ട് അടുപ്പുകൂട്ടി ചർച്ചക്കാരെ കോഴിക്കോട് സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് ഇന്ന് നേരത്തെ ചർച്ചകളോട് ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കാൻ നോക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും നിലവാരമുണ്ടോ, വിവരമുണ്ടോ? ഈ പറയുന്ന അമിത്ഷാ ആരാണ്? എന്നെ ദൈവം കാവ്യ പുതുപ്പിക്കാൻ നോക്കണ്ട. എന്റെ ഇഷ്ട കളർ കാവ്യല്ല. ഞാൻ വീണ്ടും പറയുന്നു, ശ്രീമാൻ നരേന്ദ്രമോദി കുറച്ചും കൂടി ഭംഗിയായി കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നും കരുതി മോശക്കാരനല്ല. കാരണം ഇന്ത്യയുടെ യങ് ജനറേഷൻ, നമ്മുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത്, ജനസംഖ്യയുടെ പ്രായം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം ഒരു 10 മുതൽ 15% വരെ വളർച്ച കൈവരിക്കേണ്ടതാണ്. ഇപ്പോൾ 5-6 പോരാ എന്നുള്ളതും, മോഡി കുറച്ചും കൂടി ഭംഗിയായി കാര്യങ്ങൾ ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നും കരുതി ചെയ്യുന്നത് മോശമല്ല. കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിന്റെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കാൻ നോക്കുന്നത്? ഈ അമിത്ഷായാണോ? നിങ്ങളിപ്പോ അടുപ്പുകൂടി ചർച്ചക്കാരുടെ പരിപാടി എന്ന് പറയുന്നത് രാവിലെ ഒരു 10 മണിക്ക് വരും, ചായ കുടിക്കും, അപ്പുറത്തും ഇപ്പുറത്തും 4 കല്ല് കൂട്ടി വെക്കും, കൂടെ ഇരുന്ന് കൊണ്ട് ശരാശരി വിമർശിക്കുക. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്കറിയാം അമിത്ഷാ ഒരു ദിവസം എത്ര മണിക്കൂർ ജോലി എടുക്കുന്നുണ്ടെന്ന്? 20 മണിക്കൂറാണ് ശരാശരി അമിത്ഷായുടെയും മോഡിയുടെയും പ്രവർത്തന സമയം. 20 മണിക്കൂർ ദിവസം. ഷുഗർ ഡയബറ്റിക്സിനെ റിവേഴ്സ് ചെയ്ത വ്യക്തിയാണ് അമിത്ഷാ എന്ന് പറയുന്നത്. ഒരു മരുന്ന് പോലും എടുക്കാതെ അദ്ദേഹത്തെ നിങ്ങളെ കളിക്കാം. നിങ്ങൾ വിചാരിച്ച് നീ പെല്ലറ്റ് ബോംബിലും ഇതിലും കണ്ട് അദ്ദേഹം നിങ്ങളെ പേടിച്ച് പിന്മാറുമെന്നു? അദ്ദേഹത്തെ നിങ്ങൾക്ക് തോൽപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പേടിപ്പിക്കണമെങ്കിൽ, ഈ 4 കല്ലുകൾ കൂട്ടിയിട്ടൊന്നും അമിത്ഷാ പേടിക്കില്ല. തന്ത്രശാലിയാണ്, അടിപൊളി നല്ല രാഷ്ട്രീയക്കാരൻ. തോൽപ്പിക്കുക അസാധ്യമൊന്നല്ല. നിങ്ങളുടെ ചർച്ചകൾ കൊണ്ടൊന്നും ഫലപോവില്ല. പെല്ലറ്റ് ബോംബൊന്നും വിഷയമല്ല. ശരിയാണ്, ജൻസികളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഞാൻ നോക്കുമ്പോൾ കമ്പാരിസൺ, അതായത് കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിന്റെ കാലഘട്ടം നോക്കുമ്പോൾ ഇന്ത്യയിൽ മാറ്റങ്ങളുണ്ട്. നമ്മൾ വളരുന്നു, ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ട്, എല്ലാവർക്കും നമുക്കൊരു ഒരു മാറ്റം വരുന്നു, ഡെവലപ്മെന്റ് വരുന്നുണ്ട്. പക്ഷെ ജെൻസുകൾ അങ്ങനെയല്ല. ജെൻസുകൾ എന്ന് പറയുമ്പോൾ അവർ കമ്പയർ ചെയ്യാൻ സാധിക്കും. അവർ പറയുന്നത് വി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. കോൺഗ്രസ് എന്തായിരുന്നു, അല്ലെങ്കിൽ BJP എന്തായിരുന്നു, നോ വി ഡോണ്ട് കെയർ ഇറ്റ്. ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ കിട്ടണം. മുമ്പ് എങ്ങനെയായിരുന്നു, ഇതിലും മോശമായിരുന്നു, ഞങ്ങൾ കെയർ ചെയ്യുന്നില്ല. ഇതാണ് ജൻസികളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ സർക്കാർ വന്ന പിഴവ്. അതിലേക്കാണ് ഇപ്പോൾ മോഡി പറഞ്ഞിരിക്കുന്നത്. എല്ലാ മന്ത്രിമാരും ഉടനടി ഇൻസ്റ്റഗ്രാമിലും പോയി. ഇപ്പം ശ്രീമാൻ മോഡി പറയുന്ന ശ്രീമാൻ മോഡിയുടെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത്, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട്, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ എല്ലാം ചെയ്തു. പഴുതടച്ച നടപടികൾ ആരംഭിച്ചു സർക്കാർ. ഇനിയൊരു ലീക്ക് ഉണ്ടാകില്ല എന്നും അതിനു വേണ്ടിയിട്ട് ഓൺലൈനിലാക്കി മാറ്റി എക്സാംസ്. അതോടൊപ്പം തന്നെ നിയമം കൊണ്ടുവന്നു. ഈ പറഞ്ഞ ഇതിനു വേണ്ടി ഈ കുട്ടികൾക്ക് നിരാഹാരം അനുഭവിച്ച ഈ സോങ് വാങ് ചൂക്ക്, അദ്ദേഹം കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ പ്രധാനെ പറ്റി, ധർമ്മേന്ദ്ര പ്രധാൻ മിടുക്കനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയെ, അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മന്ത്രിമന്ദിരത്തിൽ കയറി ഇറങ്ങിയ വ്യക്തിയാണ് ഈ സോങ് വാങ് ചൂക്ക്. അപ്പൊ അദ്ദേഹം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ജൻസികളെ മനസ്സിലാക്കാൻ ജൻസികൾ TV കാണുന്നില്ല. ജൻസികൾക്ക് TV അല്ല കാണുന്നത്, TV-യിലാണ് ഇപ്പോൾ കൂടുതൽ സമയം. നമ്മുടെ എല്ലാ ചാനലുകളിലും ഈ BJP-യുടെ സ്പോക്സ് പേഴ്സൺ അവർ പറഞ്ഞു, ഇനി TV-യിലേക്ക് പോകുക വേണ്ട, ഫോക്കസ് ഇൻസ്റ്റഗ്രാം. സർക്കാരിന്റെ ജനനേട്ടങ്ങൾ ജൻസിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഫോക്കസ്. കാരണം ഇതാണ് ഇവർക്ക് പറ്റിപ്പോയി തെറ്റതാണ്. കാരണം അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്കല്ല, കുട്ടികളിലേക്ക് എത്തിക്കാൻ സർക്കാരിന് പറ്റിയില്ല. അവിടെയാണ് പറ്റിയിരിക്കുന്നത്. എന്നും കരുതി തോൽപ്പിക്കാം എന്ന് വിചാരിച്ചാൽ അടുപ്പ് കൂട്ടിക്കയറാൻ നടക്കില്ല. കാരണം നിങ്ങൾ 10 മുതൽ 6 വരെ പണിയെടുക്കും. 6 കഴിയുമ്പോൾ പലരും ആരെങ്കിലൊക്കെ മന്തിക്ക് വിളിക്കും, ആരെങ്കിലൊക്കെ ചിക്കൻ ബിരിയാണിക്ക് വിളിക്കും, പലരും അമേരിക്കയിലേക്ക് വിളിക്കും. അമേരിക്കയിലൊക്കെ ഒരുപാട് ചില ഒരു 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 സാറുണ്ട്, ഒരു ചാനലിൽ ഇങ്ങനെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ കോട്ടൊക്കെ ഇട്ട് വരും. അദ്ദേഹം അമേരിക്കയിൽ വരുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ പോയിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു, നല്ല മുന്തി കള്ളു കൊടുക്കുന്നു. നിങ്ങളാണോ ഇന്ത്യയെ പറ്റി, നിങ്ങൾക്ക് എന്തും മണ്ണാങ്കട്ടി അറിയാം? 20 മണിക്കൂറാണ് മുമ്പ് ഈ പറയുന്ന അമിത്ഷാ ജോലി എടുക്കുന്നത്. നക്സലിസം ഇന്ത്യയിൽ അവസാനിച്ചു. ഛത്തീസ്ഗഡിലെ ബക്സർ എന്ന് പറയുന്ന ജില്ലയിൽ
ഇന്ത്യൻ പട്ടാളത്തിന് കാല് കുത്താൻ പറ്റുന്നില്ലായിരുന്നു. ഹി എലിമിനേറ്റ് ഇറ്റ്. തുമാരെ കെഹനെ പേ ക്യാ ഹോഗ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ 4 കല്ല് കൂട്ടിയിട്ട് പറഞ്ഞാൽ പേടിച്ചു പോകുന്നു വിചാരിച്ചേക്കുന്നേ? ബക്സറിലെ നക്സലുകളെ നാമാവശേഷമാക്കി കളഞ്ഞു അദ്ദേഹം. ഇന്ന് ഹീസ് ബിഹൈൻഡ് വാട്ട് ഡ്രഗിസം. ഇന്ന് ശ്രീമാൻ മോഡിയുടെയും ഈ പറയുന്ന അമിത്ഷാനും അടുത്ത പദ്ധതി ഡ്രഗ് ഇല്ലാതാക്കുക. ദർ ബിഹൈൻഡ് ഇറ്റ്. ഞാൻ പറയുന്നു, എന്റെ ഇഷ്ട കളർ കാവ്യല്ല, കുറച്ചും കൂടി ഭംഗിയായി നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ചെയ്യുന്നത് മോശമല്ല. നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും ഈ പറയുന്ന ഉടുക്കുകൂട്ടി പേടിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അഥവാ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നരേന്ദ്രമോദിയെയും നിങ്ങൾക്ക് അമിത്ഷായെയും തോൽപ്പിക്കണമെങ്കിൽ തോൽപ്പിക്കാൻ പറ്റും. നിങ്ങൾ 21 മണിക്കൂർ പണിയെടുക്കുക. രാവിലെ 6 മണിക്ക് വന്ന് രാത്രി 10 വരെ 12 വരെ മിനിമം ഇരുന്ന് അശ്രാന്തം പരിശ്രമിക്കുക. നിങ്ങളുടെ നേതാക്കന്മാർക്ക് നേരമുണ്ടോ? വേണുജി കറക്കിയാവൂറേ. വേണുജി അവിടെ അങ്ങോട്ട് കുറെ നേരം പാർലമെന്റിൽ പോവും, കുറെ നേരം ഉറങ്ങും. രാഹുൽജി ഉറങ്ങും, ഒരു 2 മണിക്കൂർ ഉറങ്ങി കഴിയുമ്പോൾ രാഹുൽജിക്ക് പട്ടായ പോകണം തോന്നും, അല്ലെങ്കിൽ വെക്കേഷൻ ഇസ്മിസ് നൈ ചലേഗ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രതിപക്ഷത്തിന് ഒരു കാരണവശാലും മോഡിയെ തോൽപ്പിക്കാൻ പറ്റാത്തതെന്ന് വോട്ട് ചോരി കൊണ്ടല്ല. ഈ കാര്യം കൊണ്ട് ഇവർ രണ്ടുപേർക്കും വിശ്രമമില്ല ഈ കാലഘട്ടത്തിൽ. ഇനി ജൻസികൾക്ക് ഇതുവരെ എന്ത് സംഭവം എന്ന് വെച്ചാൽ, ഈ ജൻസികൾക്ക് മനസ്സിലാവുന്നില്ല സർക്കാരിന്റെ പദ്ധതികളെ പറ്റി. ഇനി വരും കാലഘട്ടങ്ങളിൽ BJP ഈസ് ഫോക്കസിങ് ഓൺ ഇൻസ്റ്റഗ്രാമിലായിരിക്കും മോഡി. അത് ഇൻസ്റ്റഗ്രാമിലെ കീഴടക്കാൻ അടുപ്പൂട്ടിക്കാർ പറയാ ഇൻസ്റ്റഗ്രാമിലെ ഇനി കായു കുതപ്പിക്കാൻ പോകുന്നു. അതുകൊണ്ടല്ല, മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് മാറിയേ പറ്റുമെന്ന് മനസ്സിലാക്കിയ ശ്രീമാൻ മോഡി അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ റീൽസുകളുമായിട്ടും എല്ലാ കേന്ദ്രമന്ത്രിമാരും വരുന്നത് വേറെ ഒന്നിനു വേണ്ടിയല്ല, ഇൻസ്റ്റഗ്രാമിനെ പിടിച്ചടക്കാൻ. നിങ്ങൾക്ക് എന്നും പറയാം, ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ്. കാരണം കുട്ടികൾ ഇൻസ്റ്റഗ്രാം മാത്രമേ കാണുന്നുള്ളൂ. അവർ ഈ പറഞ്ഞ ചാനലിരിക്കുന്ന അടുപ്പൂടി ചർച്ചക്കാരെ ഒന്നും കാണുന്നില്ല. പെല്ലറ്റ് ബോംബ് കണ്ടു പേടിച്ചു, അല്ലെങ്കിൽ പെല്ലറ്റ് ബുള്ളറ്റിൽ വീണ് അമിത്ഷാനെ ഓടിക്കാവുന്ന പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല. തോൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ മന്തി ഉപേക്ഷിച്ച് അശ്രാന്തം പണിയെടുത്തേ പറ്റൂ സഹോദര.